ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയ ചപ്പാത്തി, പൂരി, അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി, നല്ലൊരു ഗ്രേവിയുടെ റെസിപ്പി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 or 3 സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത്, 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്, 1 തക്കാളി. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള കൂടുതൽ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയുടെ കളർ ചേഞ്ച് ആയിട്ട് വരുമൊന്നും വേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 2 പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ലൊന്ന് മാറി വരട്ടെ. അരക്കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാതെ തുറന്ന് വെച്ചുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അധികം വെന്തുടഞ്ഞിട്ടില്ല, അപ്പോൾ ആ ഒരു പാകത്തിൽ തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. കടലപ്പൊടി, കടലമാവ്. 2 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്തതാണ്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കടലമാവ് ചേർക്കുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചച്ചുവ, റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. കറിക്ക് നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. മാത്രമല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പ്, നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ പഞ്ചസാര ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. മല്ലിയില കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ് കൂടിപ്പോയി എന്ന് തോന്നുന്നതാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചേർത്തിട്ട് കറി ഒന്ന് ലൂസാക്കിയെടുക്കാം. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്